ഹായ് ഫ്രണ്ട്സ്, ജാസി വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലറ്റിനും ചൈന ഗ്രാസും ഉപയോഗിക്കാതെ ഒരു അടിപൊളി മോസസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനായി ചെറിയൊരു പാക്കറ്റ് ബോർബൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ച ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് 50 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ അധികം കൂടാൻ പാടില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതേ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ വശത്തേക്കും എത്തുന്ന രീതിയിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ വശത്തേക്കും ഇത് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് മുകളിൽ ഗ്ലാസിൻ്റെ ഒരു ബൗൾ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്കിത് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് 3 വലിയ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഫുള്ളായിട്ട് പാലൊഴിച്ച് കൊടുക്കണം. കോൺഫ്ലവറും പാലും കൂടിയിട്ട് ഇത് കറക്റ്റ് ഒരു കപ്പായിട്ട് കിട്ടണം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ കട്ടായിട്ട് കിടക്കാൻ പാടില്ല. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഈ കുറുക്കിയെടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതൊരു ഏകദേശം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. കേക്കിനൊക്കെ ബീറ്റ് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീമാണ്. ഏത് ക്രീം വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ച കോൺഫ്ലവറിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. കട്ട തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഇനി ഇതെല്ലാം നന്നായി ബീറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കേക്ക് ടിന്നിൽ കറക്റ്റ് ഒരേ അളവിലായിരിക്കണം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ചെയ്തെടുക്കാനായിട്ട് സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ട് അതിലേക്ക് 3 സ്പൂൺ കോൺഫ്ലവറും ബാക്കി പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ എസെൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് സ്ട്രോബെറിയുടെ എസെൻസ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും സ്ട്രോബെറിയുടെ എസെൻസ് 3-4 ഡ്രോപ്പാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്.
ഇനി ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവറിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നേരത്തെ ചോക്ലേറ്റ് ലെയർ തയ്യാറാക്കിയിട്ട് ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് പിന്നെ ഈ സ്ട്രോബെറിയുടെ ലെയർ ചെയ്തെടുക്കുന്നത്. കാരണം കുറച്ച് നേരം ഫ്രീസറിൽ വെക്കണം. ഇനി അതിന് മുകളിലേക്ക് ഈ സ്ട്രോബെറിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒപ്പാക്കി കൊടുക്കണം. എല്ലാ ഭാഗവും കറക്റ്റാക്കി ഒരേ അളവിലായി കിട്ടണം. ഇനി നമുക്ക് വീണ്ടും ഫ്രീസറിലേക്ക് മാറ്റാം. ഇനി മൂന്നാമത്തെ ലെയർ ചെയ്തെടുക്കാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യുന്നത് മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല, പകരം മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണ്ട കോൺഫ്ലവറിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. ഒരു കപ്പിൽ 3 സ്പൂൺ കോൺഫ്ലവറും ബാക്കി പാലും നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. നമ്മളിത് 3 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ചോക്ലേറ്റ്, പിന്നെ സ്ട്രോബെറി, പിന്നെ സാദാ വനില ഫ്ലേവർ, അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. വനില എസൻസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിവിടെ കോൺഫ്ലവർ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. വീണ്ടും നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റിൻ്റെ കൂട്ടും കോൺഫ്ലവറിൻ്റെ കൂട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കോൺഫ്ലവറിൻ്റെ കൂട്ടിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രീസറിൽ എടുത്ത് വെച്ച കേക്ക് പാൻ എടുത്തിട്ട് നമുക്ക് ഈ ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒപ്പാക്കി കൊടുക്കണം. ഇതിന് മുകളിൽ ബ്ലൂബെറിയുടെ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കത് കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് ഈ ബ്ലൂബെറി എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോക്കോ ബെറീസ് മോസസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു മാക്സിമം 12 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ മാക്സിമം 12 മണിക്കൂർ നമ്മളിതെടുത്ത് വെക്കണം. ഇപ്പോൾ ഇതിവിടെ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ കേക്ക് പാനിലാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ അലുമിനിയത്തിൻ്റെ കേക്ക് പാനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിലെ കറക്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് എന്നെ അറിയിക്കണം. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.